ഏതൊരു റൈഡറിന്റെ അടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും പരിചയമുള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് ഹോണ്ട ആഫ്രിക്ക 10. പക്ഷേ അതിന്റെ ഓട്ടോമാറ്റിക് വെർഷൻ ശരിക്കും ഇത് യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ട്? വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ 2016 ഹോണ്ട ആഫ്രിക്ക 10 DCT എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് തന്നെ ഇതൊരു സ്പെക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇത് വളരെ റിയൽ ലൈഫ് പ്രാക്ടിക്കാലിറ്റി, ഒരു ശരിക്കുള്ള ലൈഫിൽ നമുക്കിത് യൂസ് ചെയ്യാൻ എന്തെല്ലാം ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി, അതിൻ്റെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ്, ഞാനിത് വാങ്ങിയത് 2025, അതായത് കഴിഞ്ഞ വർഷമാണ് വാങ്ങിയത്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് റിന്യൂവൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിയത് 29,000 ദിറംസിനാണ് ഇത് വാങ്ങിയത്. ഇത് 2016 മോഡലാണ്, 1000cc മോഡലാണ്. 2020-21 കഴിഞ്ഞതിന് ശേഷം ആഫ്രിക്ക 10 ഇറങ്ങിയത് എല്ലാം 1100cc ആണ്. അപ്പോൾ ഇത് 1000cc 2016 മോഡൽ ഞാൻ വാങ്ങിയത് 29,000 ദിറംസിനാണ്. അപ്പോൾ ആദ്യം തന്നെ DCT എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഓട്ടോമാറ്റിക് ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെ നോർമലി ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗിയർ ഷിഫ്റ്റർ. ഇതിന് അതില്ല. അപ്പോൾ നമ്പർ 1 അത്. 2 ഇവിടെ ക്ലച്ചും ഇല്ല. ഇപ്പം ഇവിടെ കാണുന്ന ഈ സാധനം ക്ലച്ചല്ല, ഇത് ഹാൻഡ് ബ്രേക്കാണ്. അപ്പോൾ നമ്മളൊരു കയറ്റത്തിലോ ഇറക്കത്തിലോ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയില്ല, ഇത് ക്ലച്ചല്ല. സോ ഇതിന് ക്ലച്ചും ഇല്ല. ഇനി അടുത്തത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇതിൻ്റെ വെയിറ്റ്, സീറ്റിംഗ് ഹൈറ്റ്, റൈഡിംഗ് പൊസിഷൻ. അഡ്വഞ്ചർ ബൈക്ക് ഓടിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമുക്കിത് കയറണം എന്നുണ്ടെങ്കിൽ നോർമലി ഇങ്ങനത്തെ ബാഗ്സോ അല്ലെങ്കിൽ ഹൈറ്റുള്ള വണ്ടികളാണെങ്കിൽ കാല് എടുത്തു വെച്ച് കയറുന്നതിനേക്കാൾ ഏറ്റവും ഈസി ഞാനിപ്പോൾ കയറിയ പോലെ ഇതിൽ നമ്മുടെ ഫുട് പെഗിൽ കാല് വെച്ചിട്ട് മുകളിലോട്ട് കയറിയിരിക്കുന്നതാണ്. സോ ഇതിൻ്റെ വെയിറ്റ് ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വെയിറ്റ് 242 kg ആണ് ഈ സ്പെസിഫിക് മോഡലിൻ്റെ വെയിറ്റ്. അതായത് 2016 CRF 1000L DCT 1000cc മോഡൽ ആഫ്രിക്ക 10 വെയിറ്റ് 242 കിലോഗ്രാം ആണ്. പക്ഷെ അത് നമുക്ക് ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്ലോയിൽ പോകുമ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഫീല് തോന്നുന്നല്ലാതെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഏത് ബൈക്ക് പോലെ തന്നെ വെയിറ്റ് അധികം ഫീൽ ചെയ്യില്ല. പിന്നെ ഇത് അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. അപ്പോൾ വെയിറ്റ് എനിക്ക് തോന്നുന്നു വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നാൻ ചാൻസ് ഇല്ല. കുറച്ച് ഓടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് യൂസ് ടു ഇറ്റ്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഹൈറ്റ്, സീറ്റിംഗ് ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. കാരണം നമ്മുടെ വിഷ്ണു 650 പ്രോയുടെ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള സീറ്റിൻ്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കുന്നത്. കാരണം വിഷ്ണു വാങ്ങിയ ആൾ ഹൈറ്റ് കുറവായതുകൊണ്ട് അത് കുറച്ചായിരിക്കുന്നത്. പക്ഷെ അത് കൂട്ടാൻ പറ്റും. എൻ്റെത് അതിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പല ഹൈറ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഹൈറ്റ് ഒരു വലിയ ഇഷ്യൂ അല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് അത്യാവശ്യം ഒരു ഹൈറ്റ് നമ്മുടെ ആർക്കാണെങ്കിലും ഓടിക്കാൻ പറ്റുന്ന, ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിർത്തുമ്പോൾ മാത്രമേ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. റൈഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഒരു ഇഷ്യൂവേ അല്ല. പിന്നെ ഓഫ് റോഡിലായിരിക്കും ഹൈറ്റ് ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് അടുത്തത് റൈഡിങ് പൊസിഷൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. എൻ്റെ മെയിൻ അഡ്വഞ്ചർ എടുക്കാനുള്ള റീസൺ തന്നെ റൈഡിങ് പൊസിഷനാണ്. എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നം 37 വയസ്സായി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൈഡിങ് പൊസിഷൻ ഈസ് വെരി കംഫർട്ടബിൾ, നല്ല കംഫർട്ടബിൾ ആണ്. കാലിൻ്റെ പൊസിഷൻ ആണെങ്കിലും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നീട്ടി കാല് വെക്കേണ്ട, എന്നാൽ പുറകിലോട്ട് സ്പോർട്സ് ബൈക്ക് പോലെ ഇല്ല. ഒരു പ്രോപ്പർ, ഒരു നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോകുന്ന പോലെ ഒരു ഫീലാണ്. റൈഡിങ് പൊസിഷൻ അതാണ്. അതുപോലെ തന്നെ എൻ്റെ വിൻഷീൽഡ് അത്യാവശ്യം വലിപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ വിൻഡ് എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. ഈവൻ 140, ഞാൻ 170, 190 ഒക്കെ വരെ അടിച്ച് കയറി പോകുന്നുണ്ടെങ്കിലും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല വിൻഡിൻ്റെ. സോ റൈഡിങ് പൊസിഷൻ ഈസ് ഗുഡ്, സീറ്റ് ഹൈറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ, വെയിറ്റ് ഈസ് ഹാൻഡിലബിൾ എന്നുള്ള വാക്കുണ്ടോ തമ്പുരാൻ അറിയാം. അതായത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബേസിക്കലി വെയിറ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെ സ്റ്റാൻഡ് ഇട്ടില്ല ഇപ്പം തന്നെ വീണേനെ. അപ്പോൾ ഇതാണ് കയറുന്നത് ഇറങ്ങുന്നത് നേരത്തെ കയറുന്നത് പോലെ. അതുപോലെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ നോർമലി ഇത് ഫുട് പെഗിൽ ചവിട്ടും, എന്നിട്ട് ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് DCT എന്താണ്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓട്ടോമാറ്റിക് ആണ്, പക്ഷേ നമുക്കത് മാനുവലിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് അത് കവർ ചെയ്യാം. ഇതിൻ്റെ ഗിയർ സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി, റിയൽ ലൈഫ് പ്രാക്ടിക്കാലിറ്റി, റോട്ടിൽ ഇത് എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാൻ കാരണം, എൻ്റെ യൂസ് കേസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഗിയർ ചേഞ്ചും ഓട്ടോമാറ്റിക്കും മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പെഡൽ, ഇത് ന്യൂട്രലാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ N കാണിക്കും, അത് ന്യൂട്രലായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ D എന്നും S എന്നും കാണുന്നുണ്ട്. D എന്ന് പറയുന്നത് ഡ്രൈവ് മോഡാണ്. നമ്മൾ ഏത് ഓട്ടോമാറ്റിക്കലും പറയുന്ന പോലത്തെ D ഡ്രൈവ് മോഡ്. S പറഞ്ഞാൽ സ്പോർട്ട് മോഡാണ്. അതായത് ഇതിന് 3 സ്പോർട്സ് മോഡുണ്ട്.
അപ്പോൾ നോർമലി നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ഫസ്റ്റ് ഇഗ്നീഷൻ ഓൺ ആകുന്ന സമയത്ത് ന്യൂട്രലിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകും ഇൻ കേസ് ഇത് ഗിയറിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രൈവ് മോഡിലോട്ട് മാറും. ആൻഡ് ദെൻ നമ്മൾ നോർമലി ഹോണ്ട ആക്റ്റീവ് ഓടിക്കുന്ന പോലെ നമ്മൾ നേരെ ഇത് ത്രോട്ടിൽ യൂസ് ചെയ്തിട്ട് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്പോർട്ട് മോഡിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എസ് എന്നുള്ള ഒരു ഇത് കാണിക്കും. അപ്പോൾ എസ്സിൻ്റെ ഓരോ ബാർ നമ്മൾ റേഞ്ച് കാണിക്കുന്ന പോലെ എസ്സിൻ്റെ ഓരോ ബാർ കാണിക്കും. അപ്പോൾ S1, S2, S3 എന്നുള്ള രീതിയിൽ 3 സ്പോർട്ട് മോഡും നമുക്ക് കിട്ടും ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം. DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടെ A/M എന്നുള്ള ഈ ബട്ടൺ കാണാം. അപ്പോൾ ഇത് നോർമലി ബൈ ഡിഫോൾട്ട് ഇത് ഓട്ടോമാറ്റിക്കലാണ് ഉണ്ടാവുക. മാനുവൽ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡ് മാനുവൽക്ക് മാറും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്, മാനുവൽക്ക് മാറിയാൽ നമ്മൾ എങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യും? ആ ഗിയർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ പാഡിലോ ഇതിൻ്റെ താഴെ നമ്മുടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പാഡിലോ ക്ലച്ചോ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ പാഡൽ ഷിഫ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിലും ബാക്കിലും കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ തമ്പിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ മൈനസ് എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉണ്ട്. ഇതാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നുള്ള ഈ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് ഫിംഗർ വെച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഹാൻഡിൽ ബാർ പിടിക്കുമ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഈ 2 ഫിംഗർ ഇപ്പോൾ തമ്പും ഇതും വെച്ചിട്ടാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് മാനുവൽ മോഡിൽ യൂസ് ചെയ്യുക. അപ്പോൾ ക്രൂസ് കൺട്രോൾ പറഞ്ഞ സ്ഥിതിക്ക് റൈഡിങ് കംഫർട്ടും കൂടെ പറയുവാണെങ്കിൽ, ഇപ്പോൾ റൈഡിങ് കംഫർട്ട് നിങ്ങൾക്ക് റൈഡിങ് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ എക്സ്പീരിയൻസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അത് നോക്കി കാണാം. പക്ഷേ ജസ്റ്റ് ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. റൈഡിങ് കംഫർട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ പെർഫോമൻസും കൂടെ പറയണമല്ലോ. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് പോകുന്നത് ആ ഒരു ഫസ്റ്റ് പുഷും അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസ് ഈസ് വെരി ഹൈ എന്ന് പറയുന്നത് സ്പോർട്സ് ബൈക്ക് പോലെയല്ല, ബട്ട് ഫോർ ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്നുള്ള രീതിയിൽ ഞാൻ യൂസ് ചെയ്ത ബൈക്കുകളിലും ത്രോട്ടിൽ റെസ്പോൺസ് ഈസ് വെരി ഗുഡ്. നമ്മളൊരു ട്രാഫിക്കിൽ ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു 120 പോവുകയാണെങ്കിലും പെട്ടെന്നൊന്ന് വലിച്ചൊരു 140 കയറ്റുന്നുണ്ടെങ്കിൽ ഈസിയാണ്. ത്രോട്ടിലങ്ങ് അടിച്ച് കയറി വണ്ടി അങ്ങ് കയറും. ഞാൻ ഒരുപാട് വീഡിയോയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും ഒരു ത്രില്ല് വേണം തോന്നുമ്പോൾ ഒറ്റ വലിക്കും, വണ്ടി നീങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് വണ്ടി എടുക്കുവാണെങ്കിലും ജസ്റ്റ് ആ ആദ്യത്തെ എടുക്കുന്നത് ഒന്ന് യൂസ്ഡ് ആയില്ലെങ്കിൽ വണ്ടി ചാടുന്ന ആ ഒരു ഫസ്റ്റ് പുഷ് ഭയങ്കര നല്ല ടോർക്കാണെന്ന് തോന്നുന്നു അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ ടോർക്ക് ഇതിൻ്റെ ഫസ്റ്റ് പുഷും അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസ് ഈസ് വെരി ഗുഡ്. ഐ എം സൂപ്പർ ഹാപ്പി. പെർഫോമൻസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ 170, 190 വരെയൊക്കെ ഞാൻ വളരെ കൂളായിട്ട് വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈസിയാണ്. ഇതിൽ സ്ട്രഗിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ വണ്ടിക്ക്. 190 ഒക്കെ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് പോകും. ചില സമയത്ത് 200 ടച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല 200 തട്ടിയുണ്ടോ ഈ വണ്ടിയിൽ. CBR ഞാൻ ചെയ്തിട്ടുണ്ട് PC. ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 170, 180 വരെയൊക്കെ കൂളായിട്ട് പോയിട്ടുണ്ട്, വളരെ ഒരു പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട്. പെർഫോമൻസ് ഇസ് റിയലി ഗുഡ്. ഫ്യൂവൽ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് ചെക്ക് ചെയ്തപ്പോൾ 17 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ആവറേജ് ഫ്യൂവൽ കൺസംഷൻ ഡാഷ്ബോർഡിൽ കാണിച്ചത്. ഇതിൻ്റെ ഫ്യൂവലിൻ്റെ മൈലേജും കാര്യങ്ങളും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് തീരുമ്പോൾ അങ്ങനെ അടിച്ചോട്ട് പോകും, അത്ര തന്നെ, അതിൽ കൂടുതൽ നോക്കിയിട്ടില്ല. പക്ഷേ ഈ ഡാഷ്ബോർഡിൽ കാണിച്ചിട്ടുള്ള ഒരു ലിറ്ററിൽ 17.8 km/ലിറ്റർ അങ്ങനെ എന്തോ ആണ് ഓൺ ആൻ ആവറേജ് മൈലേജ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ്, ഇപ്പോൾ എനിക്ക് DCT ഇഷ്ടമാണ്. എൻ്റെ ഫസ്റ്റ് DCT വണ്ടിയാണ്. ഇതിന് മുന്നേ ഞാൻ ഓട്ടോമാറ്റിക് അഡ്വഞ്ചർ ബൈക്ക് എന്നല്ല ഒരു മോട്ടോർ സൈക്കിളും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പണ്ട് കൈനറ്റിക് കൊണ്ട് യൂസ് ചെയ്തിട്ടില്ല, അത് വേറെ യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനുവൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ വന്ന് മോഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൽ, ഇപ്പോൾ യൂസ് കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്, ഓട്ടോമാറ്റിക്കലാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചായിരിക്കുമല്ലോ ഇത് ഓട്ടോമാറ്റിക്കലി ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊന്ന് വലിപ്പിച്ചെടുക്കണം, ഒന്ന് ഗിയർ ഡൗൺ വലിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാനുവലിക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിയർ ഡൗൺ ആയിട്ട് വണ്ടി വലിച്ചെടുത്തോളും. പിന്നെ നമുക്കത് പ്ലസ് നെക്കിയിട്ട് അപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇത് ഓട്ടോമാറ്റിക് മോഡിലാണെങ്കിലും നമുക്കത് മാനുവലായിട്ട് ഓവർ റൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോഡ് തീരെ ഉണ്ടാവില്ല. അതായത് വണ്ടി അത് തന്നെ ചേഞ്ച് ചെയ്യില്ല, നമ്മൾ തന്നെ മാനുവലി ചേഞ്ച് ചെയ്യണം. എത്ര റെവ് ചെയ്താലും അത് ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ഓട്ടോമാറ്റിക് ഉള്ള ഫങ്ഷൻസ് റണ്ണിങ് ആയിരിക്കും, അതുപോലെ നമുക്ക് മാനുവലായിട്ട് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ആ ഒരു ഫീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എസ്പെഷ്യലി ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒന്ന് വലിപ്പിച്ചെടുക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് വലിപ്പിച്ച് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സുഖം തോന്നാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഏത് ബൈക്കാണെങ്കിലും, ബൈക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ക്ലച്ച് യൂസ് ചെയ്തിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ത്രില്ലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചർ ഒക്കെ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത്
ക്ലച്ച് വെച്ചിട്ടൊരു കളിയുണ്ട്. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലച്ച് വെച്ചിട്ടുള്ള കളി ഒരു പ്രത്യേക രസമാണ്. പക്ഷെ അത് ഒരുപാട് എന്താ പറയുക, കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. സോ എൻ്റെ യൂസ് കേസ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് റോട്ടിലാണ്. കാരണം ഇവിടെ UAE ഞാൻ അധികം ഓഫ് റോഡ് പോയിട്ടില്ല. ഇനി പോകാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് റിവ്യൂ ആയിട്ട് വേറെ ഞാൻ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു യൂസ് കേസ് അനുസരിച്ച് എനിക്ക് മെയിൻലി ഞാൻ റോഡ്സും ഹൈവേസും ട്രാവലാണ് കൂടുതൽ. ഓഫ് റോഡ് അഡ്വഞ്ചർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലച്ചിൻ്റെ ഒരു യൂസ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ട്രാഫിക്കിൽ ഇത് മാനൂവർ ചെയ്യാൻ ഈസിയാണ്. അതായത് ട്രാഫിക്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇനി ഈ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് ഒരു വാക്ക് ത്രൂ ഒരു നടന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ എൻ്റെ തോട്ട്സ് പറയാം. വാട്ട് അബൌട്ട് ദ DCT ആഫ്രിക്ക ട്വിന്നിൻ്റെ എൻ്റെ ഒരു എന്താ പറയുക, വാട്ട് ഡു ഐ ലൈക്ക്, എന്തുകൊണ്ടാണ്, വൈ ദിസ് ബൈക്ക്, ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള ബൈക്കാണെന്നുള്ളതും കൂടെ പറയാം. നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് ത്രൂ ചെയ്യാം. സോ ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അങ്ങ് തുടങ്ങാം. ഏറ്റവും ആദ്യം എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഇത് ബൈ സ്റ്റോക്ക് ഈ സൈസിന് വരുമെന്ന് അറിയില്ല. പക്ഷേ വിൻഷീൽഡ് നിങ്ങൾ അഡ്വഞ്ചർ ബൈക്ക് ആണെങ്കിൽ UAE യൂസ് ചെയ്യുന്ന ബൈക്കേഴ്സ് ആണെങ്കിൽ വലിയ വിൻഷീൽഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് വെരി മച്ച്. പിന്നെ സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെ എയറോഡൈനാമിക്സ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അഡ്വഞ്ചർ ബൈക്കിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിതിൻ്റെ ഡിഫറൻസ് വ്യത്യാസമുള്ളത് തോന്നാൻ കാരണം മനസ്സിലാക്കിയത് നമ്മുടെ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ, ഏതായിരുന്നു, ഹിമാലയൻ്റെ റിവ്യൂ ചെയ്ത സമയത്താണ് എനിക്ക് ഈ വിൻഷീൽഡിൻ്റെ വില മനസ്സിലായത്. ആ റിവ്യൂ കാണാത്തവർ ആ വീഡിയോ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് ഹെഡ് ലാമ്പ്സ്. നോർമൽ കേസിൽ ഡിമ്മിൽ ഒരു ഹെഡ് ലാമ്പ് വർക്ക് ചെയ്യുള്ളൂ, ബ്രൈറ്റ് ഇടുമ്പോൾ 2 ഹെഡ് ലാമ്പും കത്തും. പിന്നെ ക്രാഷ് ഗാർഡ് ഞാൻ വാങ്ങിയപ്പോഴേ എനിക്ക് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഡിസൈൻ വൈസ് എനിക്ക് ഇതിൻ്റെ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടമായത് ഒന്ന് ഈ കളർ തീം, ഐ റിയലി ലവ്ഡ് ഇറ്റ്. കൂടുതൽ വൈറ്റ്, അതുപോലെ റെഡ് ആൻഡ് ബ്ലൂ ഭയങ്കര ഇഷ്ടമായി. പ്ലസ് ഈ ഒരു ഗോൾഡൻ ഫിനിഷ്, ഈ ഗോൾഡൻ സ്മോൾ ടച്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇതിനൊരു ക്രാഷ് കാർഡ് ഞാൻ വാങ്ങിയപ്പോഴേ ഉണ്ട്. ഈ 2 ഫോഗ് ലാമ്പും ഞാൻ വാങ്ങിയപ്പോഴേ ഉണ്ട്. അതിൻ്റെ പ്രീവിയസ് ഓണർ ഫിറ്റ് ചെയ്താണ്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഫ്രണ്ട് ടയർ ഇതാണ്. ടയേഴ്സ് രണ്ടും ബാക്കിൽ പോകുമ്പോൾ ഞാൻ ബാക്ക് കാണിച്ചു തരാം. ഇത് പിറലിയുടെ സ്കോർപ്പിയൻ ടയേഴ്സ്, അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിറലിയുടെ സ്കോർപ്പിയൻ ടയേഴ്സാണ്. പ്രോപ്പർ റോഡ് ടയേഴ്സാണ്. പക്ഷേ അതെനിക്കിപ്പോൾ ചേഞ്ച് ചെയ്യണം, കാരണം ഇനിയിപ്പോൾ ഓഫ് റോഡ് റൈഡുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. ദേഹത്താകെ പൊടി പിടിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മുടെ ഉദ്ദേശം ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. നമ്മുടെ ഉദ്ദേശത്തിന് വീഡിയോ ചെയ്യണം. സോ എനിവേ, ഇതിൽ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഫുൾ വാക്ക് ത്രൂ ഞാനിപ്പോൾ തരാം. അതിന് മുന്നേ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഇഷ്ടപ്പെടാത്തതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഐ വിഷ് ഇറ്റ് ഹാഡ് ദിസ് എന്ന് തോന്നുന്ന ഒരു ഫീച്ചർ ക്രൂസ് കൺട്രോളാണ്. പുതിയ ഇറങ്ങുന്ന മോഡൽ ക്രൂസ് കൺട്രോൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. പക്ഷേ ഒരുവിധം എല്ലാ ബൈക്കുകളും എൻ്റെ കൂടെ റൈഡ് ചെയ്യുന്ന ഒരുവിധം എനിക്ക് തോന്നുന്നു 90% വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ ഉണ്ട്. ആൻഡ് ബീയിങ് ആൻ അഡ്വഞ്ചർ ബൈക്ക് ആൻഡ് ഓൾസോ നമ്മൾ ടൂറിങ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഐ റിയലി മിസ് ഹാവിങ് എ ക്രൂസ് കൺട്രോൾ. കാരണം നമ്മളിപ്പോൾ ഒരു ഒമാൻ ട്രിപ്പോ അല്ലെങ്കിൽ ഈവൻ ഒരു ദുബായ് ടു അബുദാബി ട്രിപ്പോ ഒരു മണിക്കൂറിൽ കൂടുതലുള്ള ഒരു ട്രിപ്പൊക്കെ അടിക്കണമെങ്കിൽ ക്രൂസ് കൺട്രോൾ ഈസ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് ആ ഒരു സംഗതിയാണ് ഈ സ്പെസിഫിക് 2016 DCT മോഡൽ മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ പൊളിച്ചനെ. അതായത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗിയറിൽ കളിക്കേണ്ട. സോ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ത്രോട്ടിൽ എപ്പോഴും കയ്യിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. നമുക്കത് വിട്ടൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. 2 ഹാൻഡിൽ ബാർ ഒന്ന് മാറ്റി, കുറേ പേര് കാണാറുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് മടുക്കുമ്പോൾ ഒന്ന് ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നെഞ്ചൊക്കെ ഒന്ന് വിടർത്തി, അങ്ങനെ ആ പരിപാടിയൊന്നും ഇതിൽ നടക്കില്ല. ക്രൂസ് കൺട്രോൾ ഇല്ല. സോ ഐ റിയലി വിഷ് ദിസ് ഹാഡ് ക്രൂസ് കൺട്രോൾ. ആ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ഫാക്ടർ മാത്രമാണ് എനിക്ക് മെയിൻലി ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, എൻ്റെ യൂസ് കേസിന് തോന്നിയത്. ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ സൈഡ് പ്രൊഫൈൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് സൈഡിൽ നിന്ന്. ഇതിൻ്റെ ബോക്സസ് അങ്ങോട്ട് വരാം. ആദ്യം എൻജിൻ ഞാൻ പറഞ്ഞല്ലോ 1000cc എൻജിനാണ്. 1100 ആണ് ലേറ്റസ്റ്റ് മോഡലിലൊക്കെ വരുന്നത്. ബാക്കിയല്ല, ഇവിടെ ഒരു ക്രാഷ് കാർഡും കൂടെ വെക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഏറ്റവും ഫ്രണ്ടിലെ നമ്മുടെ ഡാഷ്ബോർഡ് ക്ലസ്റ്റർ എല്ലാം കാണിക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള POV. ഇതെനിക്ക് GoPro വെക്കാൻ വേണ്ടി ഞാൻ ഫിറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ നമ്മുടെ ക്വാഡ് ലോക്ക് ഫിറ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അത് റിമൂവ് ചെയ്യണം. ഇത് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഐ എം ഹാപ്പി. ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. 40 dirhams 50 dirhams അങ്ങനെയുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഫിലിയേറ്റ് ലിങ്കാണ്. നിങ്ങൾ വാങ്ങിയാൽ എനിക്കൊരു കുഞ്ഞ് കമ്മീഷൻ കിട്ടും. സോ പ്ലീസ് ഫീൽ ഫ്രീ. പിന്നെ ഈ GoPro വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൗണ്ടും ഇത് എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ ഇതും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. പിന്നെ ഉള്ളത് റൈറ്റ് സൈഡിൽ ഇവിടെ വരുവാണെങ്കിൽ ഫ്രണ്ടിൽ ബ്രേക്ക് ഉണ്ട് എല്ലാ വണ്ടിയിലും. പിന്നെ ഇഗ്നിഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗിയറിൻ്റെ സിസ്റ്റം, ഓട്ടോമാറ്റിക് മാനുവൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഹസാർഡ് ലൈറ്റ്സ് ഇവിടെയാണുള്ളത്. പിന്നെ ഈ 2 സംഗതികൾ ഞാൻ ഒന്ന് ABS ഞാൻ ഇതുവരെ തൊട്ട് കളിച്ചിട്ടില്ല. ഇതിൽ ഈ G എന്താന്ന് പോലും അറിയില്ല, ഞാൻ തട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട.
പിന്നെ ഇവിടെ ഇതാണ് എൻ്റെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇതാണ് അവർ അസൈൻ ചെയ്തുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ഓൺ ഓഫ് ആവും. അതിനനുസരിച്ച് ഇവിടെ ഒരു ലൈറ്റ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരികയും ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ കീ ഫോബ് ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ഇപ്പോൾ ഫ്രണ്ടിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഇതെല്ലാം നമ്മുടെ ഈ ഫ്രണ്ടത്തെ ഇതിലുള്ള HUD നമ്മുടെ ഡിസ്പ്ലേ ഹെഡ്സപ്പ് ഡിസ്പ്ലേ അല്ലല്ലോ ഇത് ആണോ ബേസിക്കലി ഡിസ്പ്ലേയുടെ എന്തെല്ലാം വരണ്ട എന്ന് ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മൈലേജ് ആണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് ഇവിടെ ഫ്രണ്ടിൽ പലതും കാണിക്കും. ഇതിൽ ടെമ്പറേച്ചർ കാണിക്കും, എല്ലാം കാണിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനുള്ള ഇതാണ്, സെറ്റ് ചെയ്യാനും അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ എല്ലാം. പിന്നെ ഇത് അറിയാലോ നമ്മുടെ ഡിം ആൻഡ് ബ്രൈറ്റ്, അപ്പോൾ അതിൻ്റെ സ്വിച്ച്. അതുപോലെ ഇതിൻ്റെ പാസ് ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നോർമലി നമ്മുടെ പല വണ്ടികൾക്കും ഫ്രണ്ടിൽ ഇങ്ങനെ പാസ് ലൈറ്റ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രസ് ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് ചെയ്ത ഹിമാലയൻ വണ്ടിയിലും ഇത് ഇങ്ങനെ തന്നെ വരുന്നത്. പിന്നെ ഹോൺ ഇവിടെ ഉണ്ട്. ഹോണിൻ്റെ താഴെ നമ്മുടെ ടേൺ സിഗ്നൽ വരുന്നുണ്ട്. ഈ ഹോൺ എനിക്ക് എപ്പോഴും ചില സമയത്ത് സിഗ്നൽ ഇടാൻ വേണ്ടി പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് പകരം ഹോൺ ക്ലിക്ക് ചെയ്യുന്ന വരാറുണ്ട്, സംഭവിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ഡൗൺ ചെയ്യാനുള്ള പാഡിൽ, ഫ്രണ്ടിൽ ഗിയർ അപ്പ് ചെയ്യാനുള്ള പാഡലും ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഇത് തന്നെ ആയിരിക്കും. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയും. ഇത് ഞാൻ അധികം കളിച്ചിട്ടില്ല ഇതിൽ. പിന്നെ ഏറ്റവും വൈകി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കീ. അപ്പോൾ ഈ കീ അടുത്ത് പോയാൽ ഫോക്കസ് ചെയ്യൂ പ്ലീസ്. ഈ കീ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാർ ഹീറ്ററാണ്. അതായത് നമ്മൾ തണുത്ത വിൻ്ററിലൊക്കെ പോകുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ചൂടാവും, ഹാൻഡിൽ ബാർ രണ്ടും ചൂടാവും. അതൊരു നല്ല ഫീച്ചറാണ്. ഞാൻ ആദ്യം ഇത് വർക്ക് ചെയ്യില്ല, കാരണം ഒരു വണ്ടിയിലൊന്നും ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴോ ഞാൻ ആക്സിഡൻ്റലി ഇത് ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഇത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് കൈ ചൂടാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ സംഗതി വർക്കിംഗ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫ്രണ്ടിലുള്ള കാര്യം. പിന്നെ താഴെ ഞാൻ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് ഒരു ഫുഡ് പെഗ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിൽ നമ്മളെ പാസഞ്ചർ ഫുഡ് പെഗും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് എല്ലാ വണ്ടിയിലെയും പോലെ തന്നെ റൈറ്റ് ഫുഡ് പെഗും അതിൻ്റെ ബ്രേക്ക് പാഡലും ഉണ്ട്. പിന്നെ ബാക്ക് ഫുഡ് പെഗ്. ഇനി ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒന്ന് കാണിക്കാനുള്ളത് നമ്മുടെ ടയർ എഗെയിൻ സ്കോർപ്പിയൻ, പിറഡിയുടെ സ്കോർപ്പിയൻ റോഡ് ടയേഴ്സാണ്. 80/20 ആണെന്ന് തോന്നുന്നു ഇത്. പിന്നെ ഉള്ള ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സസ്, ഇതിൻ്റെ സ്റ്റോക്ക് സ്റ്റോറേജ് ബോക്സസ് ആണ്. എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞത് ഇത് വാങ്ങിയപ്പോഴേ ഇതിൻ്റെ കൂടെ വന്നതാണ് എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആർക്കറിയാം. എന്തായാലും ഐ ആം ഹാപ്പി വിത്ത് ദിസ്. എനിക്കിത് വാങ്ങിയപ്പോൾ എൻ്റെ ഞാൻ കൊടുത്ത കാശിന് അതിൻ്റെ കൂടെയാണ് ഇതും. ഈ എക്സ്ട്രാസ് എന്ന് പറയാൻ എനിക്ക് ഈ ബോക്സസും പിന്നെ 2 ഫോഗ് ലാമ്പും അതാണ് മാത്രം എക്സ്ട്രാ ആയിട്ട് വന്നത് ഞാൻ 29,000 വാങ്ങിയപ്പോൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് എല്ലാവർക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് എക്സോസ്റ്റ്. എൻ്റെ എല്ലാ വണ്ടിയിലും ഇത്രയും കാലത്തിനിടയ്ക്ക് എല്ലാ യൂസ് ചെയ്തതിലും സ്റ്റോക്ക് എക്സോസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എക്സ്ട്രാ ആയിട്ട്. എനിക്ക് ഇനിയുള്ള ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരേ ഒരു താല്പര്യമുള്ള കാര്യം ഇതാണ്. ടയേഴ്സ് മാറ്റിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു 50-50 ഇട്ട് കഴിഞ്ഞാൽ ഓഫ് റോഡും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടയേഴ്സിലാണ്. കാരണം നമ്മുടെ അതുകൂടെ പറഞ്ഞപ്പോഴാണ് അത് ഞാൻ അടുത്ത ക്ലിപ്പിൽ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ, ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇതിൻ്റെ ലുക്ക് എല്ലാ ആംഗിളൊന്നും കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ. അപ്പോൾ ഇവിടെ എനിക്കൊരു ടോസ്റ്റർ ത്രോട്ടിൽ ഒരു സ്റ്റിക്കർ ചെയ്യിക്കണമെന്നുണ്ട്. ബാക്കിലൊക്കെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ആളുകൾ ബാക്കിൽ നിന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള പ്രൊഫൈൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് റൈറ്റ് സൈഡിൽ നിന്ന് നിർത്തിയിടുമ്പോൾ കാണുന്നത്. ഏകദേശം റൈറ്റ് ലെഫ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒരു സൈഡ് പ്രൊഫൈൽ ആംഗിൾ വെച്ച് ഇങ്ങനെ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ട ആഫ്രിക്ക ട്വിൻ. ഇനി ഇത് ആർക്കാണ് എന്നുള്ളത്, ഇങ്ങനത്തെ ഒരു ഹോണ്ട ആഫ്രിക്ക ട്വിൻ അഡ്വഞ്ചർ DCT ആർക്കൊക്കെയാണെന്നുള്ളതും എൻ്റെ കുറച്ച് തോട്ട്സ് ഞാനിപ്പോൾ പറയാം. ഹോണ്ട ആഫ്രിക്ക ട്വിൻ DCT മോഡൽ ആർക്കൊക്കെ എങ്ങനത്തെ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്? മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മാനുവൽ എടുക്കുക, ക്ലച്ചുള്ള വണ്ടി എടുക്കുക. കാരണം അതിൻ്റെ ഫണ്ണൊന്ന് വേറെ തന്നെയാണ്. ഇതുകൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതായത് കഴിവുള്ളവൻ വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും കൊണ്ട് കാണിക്കുന്ന അംഗം നമ്മൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ DCT കൊണ്ട് കാണിക്കുന്ന വീലിയും സ്റ്റണ്ടും ഓഫ് റോഡിൽ കാണിക്കുന്ന അംഗം എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിവുള്ളവന് ഏതായാലും മതി. പക്ഷേ എന്നാലും ചിലവർക്ക് ആ ഒരു ഫണ്ണ് വേണമല്ലോ ക്ലച്ചിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെയുള്ളവരാണെങ്കിൽ മാനുവൽ എടുക്കുക.
DCT ആർക്കാന്ന് വെച്ചാൽ എന്നെപ്പോലെ കുറച്ച് ഓഫ് റോഡ് ചെയ്യണം, അത്യാവശ്യം ഹാർഡ് കോർ ഓഫ് റോഡ് ഗൈ അല്ല, പക്ഷേ എന്നാലും ഓഫ് റോഡ് ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം റോഡ് യൂസ് വേണം, ട്രാഫിക് കൂടുതലായിട്ട് അധികം സ്ട്രെസ്സില്ലാതെ കൺവീനിയൻസ് എന്നുള്ള ഒരു സാധനം ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്ന ആർക്കും കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണത്. അത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലേ വേണ്ട. നമ്മൾ ക്ലച്ചുള്ള വണ്ടി കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഇതും കൊണ്ടും ചെയ്യാം. അത് നമ്മളൊന്ന് യൂസ്ഡ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലച്ചുള്ളതിൻ്റെ ഒരു ഫണ്ണ് വേറെയാണ്. ആ ഒരു ഫണ്ണ് വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് കൺവീനിയൻസ് ആണ് ഫസ്റ്റ് ഫാക്ടർ. കുറേ പേര് പറയാറുണ്ട് അത് DCT ആണല്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു മീറ്റർ അങ്ങ് കുറയും. പക്ഷേ എനിക്ക് അത് ഓരോരുത്തരുടെ യൂസ് കേസാണ്. ഞാൻ എപ്പോഴും പറയുന്ന, നമ്മൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നതോ ബാക്കിയുള്ള എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനെ എടുക്കാതിരിക്കുക. നമ്മുടെ യൂസ് കേസ് നമുക്ക് എന്തിനാണോ ഇത് വാങ്ങുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വേണം. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ എന്ത് എൻജോയ് ചെയ്യും. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്യുമ്പോൾ ഏത് വണ്ടിയാണ് ബ്രോ ഇവിടെ എടുക്കാൻ നല്ലത് ചോദിക്കുമ്പോൾ 2 കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും പറയണം. ഒന്ന്, നമ്മുടെ ബജറ്റ് എന്താണ്, എൻ്റെ ബജറ്റ് എന്താണെന്നുള്ള എനിക്കറിയുള്ളൂ. അപ്പോൾ നമ്മളാരെങ്കിലും വണ്ടി എടുക്കണം, നമ്മൾക്കൊരു സ്പെസിഫിക് ബജറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഫാക്ടർ അതാണ്, ഏത് വണ്ടി എടുക്കണം. രണ്ടാമത്തെ ഫാക്ടർ, ഏത് ടൈപ്പ് ബൈക്കാണ് നമ്മൾ എൻജോയ് ചെയ്യുക റൈഡ് ചെയ്യാൻ. അല്ലാതെ അവിടെ കാണാൻ ഏതാണോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഏതാണോ എന്നല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്ന വണ്ടി ഏതാണെന്ന് അറിയണം. അതായത് എന്ത് ടൈപ്പ്, അഡ്വഞ്ചറാണോ, സ്പോർട്സ് ആണോ, ക്രൂസറാണോ, എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എൻജോയ് ചെയ്യണം. കാരണം എല്ലാവരും പറയുന്നത് കേട്ട് നമുക്ക് വണ്ടി എടുക്കും, അവരെ കൂടെയൊക്കെ സിങ്കാവും, എല്ലാവരും കാണിക്കുക, എല്ലാവരും വാവ് അത് കൊള്ളാം എന്നുള്ള എല്ലാം വരും. എൻ്റെ ബാഗ് താഴെ കിടക്കുന്നത് ഇവിടെയും ഓക്കെ അപ്പുറത്തോട്ട് വീഴാൻ ഞാൻ നന്നായി. അപ്പോൾ അതെല്ലാം വരും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുറച്ച് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുമ്പോൾ ഇതല്ലല്ലോ ഞാൻ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യുന്നില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വണ്ടി നോക്കുമ്പോൾ നമ്മുടെ യൂസ് കേസ് എന്താണോ അതൊരു തിരിച്ചറിവ് വേണം. നമ്മുടെ ബജറ്റ്, നമ്മുടെ യൂസ് കേസ്, നമ്മുടെ എൻജോയ്മെൻറ്റ്, ഇതാണ് ഏറ്റവും ഫസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. ബാക്കിയുള്ളവർ മോശമാണെന്ന് പറയുന്ന വണ്ടി ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന വണ്ടിയാകും. ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ യൂസ് കേസിന് ഐ എം സൂപ്പർ ഹാപ്പി വിത്ത് ദിസ്. എനിക്ക് മാനുവലി കിട്ടിയാൽ ഞാൻ എൻജോയ് ചെയ്യും, ടോട്ടലി ഞാൻ എൻജോയ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ആം ഐ ഹാപ്പി വിത്ത് DCT? വെരി ഹാപ്പി, മോർ ദാൻ ഹാപ്പി. കാരണം എനിക്ക് എൻ്റെ യൂസ് കേസും എൻ്റെ കൺവീനിയൻസും വളരെ കൂടുതൽ ഫാക്ടർ ആവുന്നത്, എനിക്ക് വെയിൻ ചെയ്യുന്നത് DCT മോഡലാണ്. ഇത് യൂസ് ചെയ്തതുകൊണ്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് DCT എനിക്ക് കൺവീനിയൻസ് വേണം എന്ന് ഉദ്ദേശിച്ച് DCT തിരഞ്ഞു പിടിച്ചൊന്നുമല്ല. ആഫ്രിക്ക ട്വിൻ ഡുബൈസിൽ കണ്ടു, കോൺടാക്ട് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഇത് DCT ആണെന്ന് മനസ്സിലാക്കി. എനിക്ക് തോന്നി ഓക്കെ DCT കുഴപ്പമുണ്ടാവില്ല, എടുത്ത് നോക്കാം എന്നുള്ളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്താണ്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ടോട്ടലി ലവ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തോട്ട്സ് ആഫ്രിക്ക ട്വിൻ 2016 DCT. ഇതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത Q&Aക്ക് ഞാനത് അഡ്രസ്സ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഇതിൻ്റെ നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇത് വളരെ ഒരു യൂസ് കേസ് പ്രാക്ടിക്കൽ സൈഡാണ്. ഇതുപോലെ ഒരുപാട് ബൈക്കുകളുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ കുറച്ച് വണ്ടികൾ ചെയ്തിട്ടുണ്ട്, ഇനി മുന്നോട്ടും കുറേ വണ്ടികൾ വരുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷോ സം സപ്പോർട്ട്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.